ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മീൻകറിയാണ്. ചാള തന്നെയാണ്. ഇന്നലെ മുളക് കറിയുള്ള ചാള വെച്ചത്. അമ്പോഴേക്ക് തോനെയും ചാള നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ഇന്നത്തേക്കും കുറച്ചെടുത്ത് നാളത്തേക്ക് അലാവുന്നതിനെടുത്ത് മാറ്റി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മാങ്ങ ഇട്ടാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ മാങ്ങ അണ്ടിക്കൂടും കൂടാറുണ്ട്. നിങ്ങളൊക്കെ അണ്ടിക്കൂടിട്ട് വെക്കാറുണ്ടോ? ഞാൻ അണ്ടിക്കൂടം ഉദ്ദേശിച്ച് ഇതിനെയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് അണ്ടിക്കൂടിന് പറയുന്നത്? പലയിടത്തും പല പേരായിരിക്കും പറയുന്നത്. നമ്മളോട് ഇതിന് അണ്ടിക്കൂടം എന്ന് പറയാം. അണ്ടിക്കൂട്ടൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരച്ചാണ് വെച്ചേക്കുന്നത്. ഞാൻ തേങ്ങ അരക്കാനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടാണ് നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം കടുകൊക്കെ പൊട്ടിച്ച് അരപ്പിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷമാണ് മീനിടുന്നത്. പുളിക്ക് പകരമാണ് ഞാൻ മാങ്ങ ഇട്ട് വെക്കുന്നത്. മാങ്ങ ഇട്ട് വെക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പുളി ഒഴിച്ചോ കുടംപുളി ഇട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാൻ കേട്ടോ. അങ്ങനെ ഇതിനൊന്ന് പറ്റിക്കിട്ടണം. മീൻകറി പറ്റിക്കിട്ടിട്ടുണ്ട്. എരിയും പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് അളവിനായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ കൂടെ ഇട്ടേ ചാള. മസാലകളെല്ലാം തേച്ച് സെറ്റാക്കി വെച്ചേക്കും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ആക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാത്രമൊക്കെ വെച്ചു. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിൽ നല്ല രീതിയിൽ അത് ചൂടായി വരട്ടെ. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് മീനിനകത്തോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് നമുക്കിനി ഇതിനെ ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോകൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.